ആദ്യമേ തന്നെ നമ്മൾ ബംഗ്ലാദേശ്, നമ്മളുടെ അടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് അതൊരു രാജ്യമല്ല, അത് മൊത്തത്തിൽ തന്നെ ഒരു തീവ്രവാദ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിൽ നമ്മൾ 2-3 വീഡിയോകൾക്ക് മുമ്പ് ഞാനൊരു ബംഗ്ലാദേശിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴത്തേക്കും 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 3-4 പേര് കേരളത്തിലുള്ള ആൾക്കാരാണ്. മീൻസ് കേരളത്തിലുള്ള ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറയും. യോമാരെയൊക്കെ ഇനി അതിഥി എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ നമ്മളുടെ ഒരു സംസ്കാരത്തിന് വേണ്ടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ കേരള, വെസ്റ്റ് ബംഗാൾ, അസം ഈ ഒരു 3 സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ ആൾക്കാരെ പിടിച്ചത്. അപ്പൊ യുവമാരുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പിടിച്ചതിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ പിടിച്ചതിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയതിൽ ഇപ്പൊ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത് യുവമാര് തീവ്രവാദികളാണെന്നാണ്. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ യുവമാർ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് ടാസ്ക് ഏൽപ്പിച്ച് യുവമാരെ അകത്ത് വിട്ടിരിക്കുന്നതാണ്. യുവമാരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ വന്ന് സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഫേസ്ബുക്ക് വഴി യുവമാർ ഈ ആരെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് പോസ്റ്റ് ഇടുന്ന ആൾക്കാർ, വിഷമിച്ച് പോസ്റ്റ് ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതേപോലെ ആൾക്കാരെ ഇവർക്ക് അറിയാം, സൈക്കോളജിക്കൽ ട്രെയിനിങ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവർ ആ രീതിയിലുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആരെങ്കിലും വിഷമിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അതൊക്കെ ഇടുന്ന യങ്സ്റ്റേഴ്സ്, അതേപോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു തീവ്രവാദികളെ ഇന്ത്യക്കുള്ളിൽ വിട്ടിരിക്കുന്നത് പ്രത്യേക ഒരു ടാസ്ക് ഏൽപ്പിച്ചുകൊണ്ടാണ്. ആ ടാസ്ക് എന്ന് വെച്ചാൽ പ്രൊക്യൂർമെന്റ്, റിക്രൂട്ട്മെന്റ്. അപ്പൊ ഇതിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ കണ്ടെത്തുക, ഇരയെ പിടിക്കുക എന്നുള്ളതാണ്. ഇരയെ പിടിച്ചിട്ട് അവരുടെ അടുത്ത് കൺവിൻസ് ചെയ്ത് അവരെ ഈ ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവരെ മതം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ തീവ്രവാദത്തിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവരുടെ ആശയത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവരുടെ ആശയം പ്രചരിപ്പിച്ച് ആശയത്തിലോട്ട് വലിച്ചു ചേർത്ത് കൂട്ടാളികളെ പിടിക്കുക എന്നുള്ളതാണ്. എത്രയും വേഗം തീവ്രവാദികളെ ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റേ ആട് മേയ്ക്കാനൊക്കെ പോയില്ലേ, അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. അതുപോലെ ഇവരുടെ ആശയത്തിന് വേണ്ടിയിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രൊക്യൂർമെന്റ്. ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. പർച്ചേസ് മീൻസ് ഈ ബീഹാർ മേഖലകളിൽ, ബീഹാറിൽ അതായത് ഈ വെസ്റ്റ് ബംഗാളിന്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമായിട്ടുള്ള ബീഹാറിൽ യുവമാർ ഓൾറെഡി തന്നെ ഇവമാരുടെ ആൾക്കാരെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇല്ലീഗലായിട്ട് തോക്ക് നിർമ്മിച്ച് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തോക്കൊക്കെ മേടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ബീഹാറിൽ യുവമാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവന്മാരുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും പുറത്തു വന്ന കാര്യങ്ങളാണ് കേട്ടോ, അല്ലാതെ നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പൊ യുവമാർ ഏത് സംഘടനയിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ജമാഅത്ത് അൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് യുവമാര്. അതിൽ തന്നെ യുവമാർ മറ്റേ അച്ചാറ് തൊട്ട് നക്കിയതിൽ വിരല് മാറിപ്പോയെന്ന് പറഞ്ഞ് വേറൊരു സംഘടന ഉണ്ടാക്കിയാൽ. യുവമാർക്ക് സംഘടന ഉണ്ടാക്കാൻ ചെറിയ ചെറിയ കാരണം മതി. തണ്ണിമത്തൻ കടിച്ചതിന്റെ പേരിൽ ഇവിടെ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. അതായത് പ്രവാചകൻ കടിച്ച തണ്ണിമത്തന്റെ അളവ് ഇത്ര 1 ഇഞ്ചായിരുന്നു എന്ന് ഒരു കൂട്ടര്, എല്ലാ കടിച്ച തണ്ണിമത്തൻ 2 ഇഞ്ചിലാണ് വണ്ണത്തിലാണ് കടിച്ചതെന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ്. മനസ്സിലായ? അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ കള്ളല്ല കേട്ടോ, നിങ്ങൾ അന്വേഷിച്ച് നോക്കാം, മനസ്സിലാവും. അപ്പൊ ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചെറിയ എന്തെങ്കിലും കാരണം മതി, അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ യുവമാർ ഈ അച്ചാറ് തൊട്ട് നക്കിയതിന്റെ പേരിൽ ഈ വിരൽ മാറിപ്പോയി, പ്രവാചകൻ തൊട്ട് നക്കിയത് മറ്റേ ചൂണ്ടുവിരലിലാണ്, ഇല്ല മറ്റൊരു കൂട്ടർ ഇല്ല നടുവിരൽ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ. അങ്ങനത്തെ ഒരു ടീം അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ല, ഇതിനൊന്നും വലിയ കാരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആ മുജാഹിദീനിൽ നിന്നും പിരിഞ്ഞ ഒരു ഗ്രൂപ്പാണ് ABT എന്ന് പറയുന്നത്. ABT എന്ന് പറഞ്ഞാൽ അൻസറുള്ള ബംഗ്ലാ ടീം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് ഈ സംഘടന നിരോധിച്ചിരിക്കുകയാണ്. ഇത് എവിടെ നിരോധിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇത് പിന്നെ USA, ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം, UK, UAE പോലത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഇത് നിരോധിച്ചിരിക്കുകയാണ് ഈ സംഘടന. അങ്ങനത്തെ ഒരു സംഘടനയിൽ പെട്ടവന്മാരാണ് ഈ ഒരു 8 പേര്. അതിൽ കുറച്ച് പേരെ കേരളത്തിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പേ യുവമാരെ കുറിച്ചുള്ള ഈ വാണിങ്ങും വീഡിയോസൊക്കെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം യുവമാരുടെ ഉള്ളിലുള്ള ഈ ഒരു വിശ്വാസത്തിന്റെ തീവ്രത പാകിസ്ഥാനികളെക്കാളും അതിരൂക്ഷമായ രീതിയിൽ തീവ്രവാദ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിശക്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ ബംഗ്ലാദേശികൾ. യുവമാരെ അന്വേഷിച്ചപ്പോഴത്തേക്ക് യുവമാർ പറഞ്ഞിരിക്കുന്നത് യുവമാരുടെ ഹെഡ് ഓഫ് ദ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിനുള്ളിലാണ്. ബംഗ്ലാദേശിനുള്ളിൽ 2 പേര്, ഇതിന്റെ 2 പേരുടെ പേര് യുവമാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരുത്തന്റെ പേര് ഫറാന്നും ഒരുത്തന്റെ പേര് സാദ് എന്ന് പറഞ്ഞു. ഈ 2 പേരാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നിന്ന് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശില് അപ്പൊ ഇപ്പൊ യുവമാർ റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ സിലിഗുരിയിൽ ഒരു ഓപ്പറേഷൻ നടത്താനാണ്. സിലിഗുരി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ചിക്കൻ നെക്ക്. ആ ചിക്കൻ നെക്കിന്റെ ഭാഗത്ത് ഒരു ഓപ്പറേഷൻ നടത്താണ്. ഈ ചിക്കൻ നെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 20 കിലോമീറ്റർ വിസ്താരവും ഒരു 60 കിലോമീറ്റർ നീളവുമുള്ള ഒരു കോറിഡോറാണ്. ഈ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന ഒരു 7 സ്റ്റേറ്റുകളെ ബന്ധിപ്പിക്കുന്ന, ഇന്ത്യയുടെ മെയിൻലാൻഡിനോട് ബന്ധിപ്പിക്കുന്ന, ഈസ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്റ്റേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ആകെയുള്ള ഒരു കണക്ടിങ് പോയിന്റ് ആണ് ഈ സിലിഗുരി. ഇവന്മാർ അതിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് പിടികൂടിയത് കേട്ടോ. അപ്പൊ അതിൽ ഒരുത്തന്റെ പേരാണ് ജിഗറുള്ള. ഈ ജിഗറുള്ള എന്ന് പറഞ്ഞവനെ ബംഗ്ലാദേശിന്റെ ഉള്ളില് ഒരു കൊലപാതക കേസിൽ ജയിലിൽ കിടന്നവനാണ് ഈ ജിഗറുള്ള. ഈ ജിഗറുള്ളയെ ഒരു രീതിയിൽ ജാമ്യമോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഇതുമില്ലാണ്ട് വെറുതെ തുറന്നു വിട്ടിരിക്കുകയാണ്.
ഈ വെറുതെ തുറന്നു വിടാനുള്ള പെർമിഷൻ കൊടുത്ത ആരാണെന്നതിനെ കുറിച്ച് ഇതുവരെ യാതൊരു വിവരമില്ല എന്നുള്ളതാണ്. അങ്ങനെ ജയിലിൽ കിടന്ന ഒരു ജയിൽ പുള്ളിയവന്മാർ തുറന്നു വിട്ടിട്ടുണ്ട്. ഇത് ആര് പറഞ്ഞിട്ട് തുറന്നു വിട്ടു? ഇതിന് യൂനസിനൊന്നും ഇതിനൊരു റോളും ഇല്ലേ? ഇത് ആരാണ് ഇപ്പൊ അവിടുത്തെ ജയിലൊക്കെ നോക്കി നടത്തുന്നത്? ഇതിന് ആർമിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഇതൊന്നും നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ഈ വിവരങ്ങളൊക്കെ ചോർത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ പാക്ക് ചെയ്ത് ഈ വിവരങ്ങളൊക്കെ ചോർത്തിയ വിവരങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇന്ത്യ ഓൾറെഡി തന്നെ പിന്നെ അമേരിക്കൻ ഇന്റലിജൻസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അമേരിക്കൻ ഇന്റലിജൻസുമായിട്ട് ഈ വിഷയങ്ങൾ ഇന്ത്യ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങളുമായിട്ട് ജയശങ്കർ ഈ വരുന്ന ആഴ്ച അമേരിക്കയിലോട്ട് പോകുന്നുണ്ട്. ഒരു 7 ദിവസത്തെ വിസിറ്റിനാണ് ജയശങ്കർ പോകുന്നത്. അവിടെ കൃത്യമായ മീറ്റിംഗ് നടത്തുന്നതാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ യൂനസിനെ വിളിച്ചിട്ടുണ്ട്. അമേരിക്ക US നിന്നും യൂനസിനെ വിളിച്ചിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിന്റെ നിലവിലെ താൽക്കാലിക കാവൽക്കാരനായിട്ടുള്ള യൂനസിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അവിടെ പല തരത്തിലുള്ള പല മതങ്ങളിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പോകുന്നത് വളരെ മോശം പരിപാടിയാണ്. നിങ്ങളുടെ കലാപരിപാടികളൊക്കെ നിർത്തണം. നിങ്ങളുടെ ഈ ഒരു മൈനോറിറ്റിയോടുള്ള ഒരു വിരോധം, അതായത് മൈനോറിറ്റീസിനോടുള്ള നിങ്ങൾ കാണിക്കുന്ന ഒരു വിരോധം നിങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നാണ് ഒരു താക്കീതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ യുവമാര് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഹിന്ദുസ് മാത്രമല്ല കേട്ടോ. ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, അഹമ്മദിയ, ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസ്, അതേപോലെ തന്നെ സിഖ്, ജൈൻ, ഇത്രയും പിന്നെ ആൾക്കാരെ യുവമാർ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് പഴയതുപോലെ പാകിസ്ഥാൻ, അതായത് ഒരു ഇസ്ലാമിക് ടെറിട്ടറി ആയിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ചെയ്യുന്നത്. ഈ ജയിലിൽ നിന്ന് ഇറക്കുന്നില്ല, ഇത് ഒന്നല്ല. ഈ അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത് ഈ ജയിലിൽ നിന്ന് ഇറക്കിയ പുള്ളികൾ ഒന്നല്ല, 20ഓളം ആൾക്കാരെ ഇവന്മാർ ജയിലിൽ നിന്ന് ഇതേപോലെ ഈ ഒരു കേസിൽപ്പെട്ട ഈ കള്ളന്മാരെ, ഈ ഒരു കൊലപാതകികളെ ഇവന്മാര് പാകിസ്ഥാനിലോട്ട് അയച്ച് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവന്മാര് ഇന്ത്യയിലോട്ട് കയറ്റിവിടുന്നത്. ഇപ്പം ഈ രീതിയിൽ ബംഗ്ലാദേശ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നെയ്ബർഹുഡ് എന്നതിൽ ഉപരിയായിട്ട് ഇപ്പൊ മാറിയിട്ട് ഇന്ത്യക്ക് വേണ്ടാത്ത തീവ്രവാദ സംഘടനകളെ വളർത്തുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിനെതിരെ തന്നെ നടപടി എടുക്കണം. അതുകൊണ്ട് ഇന്ന് BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബംഗ്ലാദേശ് ബോർഡറിൽ നിന്നും ഇന്ത്യയിലോട്ട് 2 പേര് ക്രോസ് ബോർഡർ ചെയ്ത് വന്ന ആൾക്കാരെ വെടിവെച്ചിട്ടിട്ടുണ്ട്. BSF കൃത്യമായിട്ട് വെടിവെച്ചിട്ടിട്ടുണ്ട്. 2 പേരെ ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത് കാലാകാലങ്ങളല്ല, ഇത് കൃത്യമായിട്ട് നിരന്തരം ചെയ്യേണ്ട പരിപാടിയാണ്. അതായത് ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം അവന്റെ മനസ്സിലൊക്കെ വേണം. എന്നാൽ മാത്രമേ അവൻ വേലി പൊളിച്ച് ഇങ്ങോട്ട് കയറാതിരിക്കുള്ളൂ. അപ്പൊ അതിന് ഇപ്പോഴെങ്കിലും ഇന്ത്യൻ ആർമിക്ക് ഈ ഒരു ബോധ്യം വന്നല്ലോ, നന്നായിന്നേ പറയാനുള്ളൂ. അപ്പൊ ഇത് കൂടാതെ ബംഗ്ലാദേശ് മിനിഞ്ഞാന്ന് തൊട്ടേ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഈ ഷെയ്ഖ് ഹസീനയെ എക്സ്ട്രാഡിറ്റ് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് വിടണം എന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് ഇന്ത്യ ഒരു രീതിയിലുള്ള മറുപടിയും കൊടുത്തിട്ടില്ല, സൈലന്റ് ആണ് കേട്ടോ, ഒരു റെസ്പോൺസും കൊടുത്തിട്ടില്ല. യുഎസിന് നമ്മൾ കൃത്യമായ മറുപടി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു ജയശങ്കർ USA പോയിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരികയും ചെയ്യും. ട്രംപ് അവിടെ പൊസിഷനിൽ വരികയും ചെയ്യും. ഇവന്റെ അടപ്പ് ഊരി നമ്മൾ കൊടുക്കും, ഈ യുഎസിന്റെ അടപ്പ്. അപ്പൊ അവന് മനസ്സിലാവും കാര്യം എന്താണെന്ന്. ഇന്ത്യയുടെ ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എന്താണെന്നുള്ളത് ഈ യുഎസ് മനസ്സിലാക്കും. അവൻ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യും. ഇറാനിലോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആയത്തുൽ ഖമേനിയുടെ പ്രായം എത്രയാണ്? ഈ ഒരു പ്രായത്തിൽ അയാൾ ഇപ്പോഴും കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കള്ളം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. ഇവനെ പോലെ ഒരു കള്ളനെ നമ്മൾ ലോകത്ത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇറാന് മിഡിൽ ഈസ്റ്റിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോക്സികളുടെയും ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് സഹായിക്കാൻ ആരും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ നേരിട്ട് ഇറങ്ങി നടത്തിയ ഏതെങ്കിലും ഒരു യുദ്ധമുണ്ടോ? ഈ ആയത്തുൽ ഖമേനി ഇറങ്ങി അടിച്ച് നടത്തിയ ഒരു യുദ്ധം, ഇസ്രായേലെ പോലെയൊക്കെ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ യുദ്ധം നടത്തിയ ഏതെങ്കിലും ഒരു യുദ്ധമുണ്ടോ? പറയാനുണ്ടോ? എടുത്തു പറയാൻ ഒരു തേങ്ങയുടെ നാര് പോലും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള ഒരു കിളവൻ ഇവൻ കിടന്ന് ചുമ്മാ കള്ളം പറയാണെന്നേ. ഈ ഒരു സാഹചര്യത്തിൽ കംപ്ലീറ്റ് എല്ലാ പ്രോക്സികളെയും തള്ളി പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തള്ളി പറഞ്ഞിട്ടുണ്ട്. നീ യുദ്ധത്തിൽ തോൽക്കും ജയിക്കും, പക്ഷെ അതിനൊരു ധീരതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് ഒരു രീതിയിലും ഇസ്രായേൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ നിന്ന് വരുന്നത്. ആ രീതിയിലാണ് ഇറാൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഒരു സ്പാർക്ക് ഉണ്ടാക്കിയാൽ ഒരു സിവിൽ വാർ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇറാന്റെ ഉള്ളിൽ നിലനിൽക്കുന്നത്. ഇതെല്ലാം കണ്ട് പേടിച്ചുകൊണ്ടാണ് ഇയാള് ഈ കള്ളത്തരം പറഞ്ഞത്. കള്ളത്തരത്തിന്റെ ഒരു തെളിവായിട്ടാണ് ഖമേനി മാറിയിരിക്കുന്നത്. ഇവന്റെ ഏറ്റവും ശക്തമായ പ്രോക്സികളാണ് ഹിസ്ബുള്ളയും ഹൂതീസും. ഹൂത്തികളാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെതിരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആണെങ്കിൽ അതിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അടിച്ചടിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു മിസൈൽ പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ പതിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇപ്പം ഇസ്രായേലിന്റെ ഉള്ളിൽ വളരെ തകൃതിയായിട്ടൊരു പ്ലാൻ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇറാനെ അടിക്കാൻ പറഞ്ഞിട്ട്, പക്ഷേ ഇപ്പൊ അതിന്റെ ചെറിയൊരു പ്ലാൻ ചേഞ്ച് നടക്കുന്നുണ്ട്. ഈ പ്ലാൻ ചേഞ്ചിൽ ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞാൽ മൊസാദ് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ഹൂത്തികളുടെ ഈ ഹൂത്തികളുടെ ലീഡറെ തട്ടാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞാൽ ഹൂത്തികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ഒരു അടിയായിരിക്കും അത്.
കാരണം എന്താ പറയുമ്പോൾ ഇവന്മാര് അങ്ങ് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് വന്ന് തുരുത്തര അടിക്കാനൊന്നും പോകുന്നില്ല. ഇസ്രായേൽ അപ്പൊ തന്നെ ആരോ വിട്ട് അടിച്ചങ്ങ് താഴെ ഇടും. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ, അതായത് ഇസ്രായേൽ ഒരു ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയി മറ്റുള്ളവർ അടിക്കുന്ന പോലെ അവന്മാർക്ക് ഇങ്ങോട്ടൊന്നും പെട്ടെന്ന് അടിക്കാനൊന്നും പറ്റത്തില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു പേടി അവന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ദൂരെ നിന്നോട്ട് മിസൈൽ വിട്ട് ഇങ്ങനെ കളിക്കുന്നത്. ഇത് അവരുടെ ഇസ്രായേലിന്റെ മൊസാദ് ഷിൻബറ്റ് ഇന്റലിജൻസിന്റെ സർക്കിളിൽ വളരെ സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. ഇത് അവരുടെ നെസറ്റിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് നെസറ്റിൽ അവതരിപ്പിക്കണമല്ലോ. അപ്പൊ നെസറ്റിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. അതായത് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹൂത്തികളുടെ തലവന്റെ തലയ്ക്ക്. വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.